ഫ്ലോർബോൾ ഹോക്കിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്തോനേഷ്യയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്ന റിൻഷിദ നാടിനും നാട്ടുകാർക്കും അഭിമാനമാകുന്നു. പുഴക്കാട്ടിരി മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹായത്തോടെ ഇനി ഇന്തോനേഷ്യയിലേക്ക് പറക്കാം ഈ കായിക താരത്തിന്. ഇന്തോനേഷ്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഇൻഡോർ ഹോക്കി ചാമ്പ്യൻഷിപ്പിനുള്ള ദേശീയ ടീമിൽ അംഗമായതോടെ പുഴക്കാട്ടിരി സ്വദേശിനി റിൻഷിദ നാടിന് അഭിമാനമാവുകയാണ്. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ കിഴക്കേക്കര ബഷീർ സുബൈദ ദമ്പതികളുടെ 4 മക്കളിൽ ഇളയവളാണ് ഈ മിടുക്കി. ദേശീയ ടീമിൽ അംഗമായ റിൻഷിദയ്ക്ക് ഒരുപാട് നല്ല ഭാവി പ്രതീക്ഷകളാണ് ഉള്ളത്. ഹോക്കി മത്സരത്തിൽ ഇന്ത്യയെ 1ാം സ്ഥാനത്തേക്ക് ഉയർത്തും എന്നാണ് റിൻഷിദ പറയുന്നത്. സന്തോഷമുണ്ട്, പക്ഷെ ഇപ്പോൾ പോകാൻ പറ്റുമെന്ന് കരുതിയില്ല. കാരണം ഫണ്ട് കുറച്ച് വലിയ തുകയായിരുന്നു. പക്ഷെ അത് പുഴക്കാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയും KMCC കൂട്ടിക്കാണ്ട് എനിക്ക് സ്പോൺസർ ചെയ്താൽ പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പോകാൻ കഴിഞ്ഞതന്നെയാണ്. പുഴക്കാട്ടിരി LP സ്കൂളിൽ 1 മുതൽ 4 വരെ പഠിച്ച ഈ കായിക താരം പിന്നീടുള്ള പഠനം കടുങ്ങപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തുടർന്നത്. എന്നാൽ ചെറുപ്പം തൊട്ടേ സ്പോർട്സ് ഇനങ്ങളിലും കായിക ഇനങ്ങളിലും റിൻഷിദയ്ക്കുള്ള താൽപര്യം ഏറെയായിരുന്നു. കടുങ്ങപുരം സ്കൂളിലെ PTA അധ്യാപകനായ സജാദ് സാഹിറാണ് റിൻഷിദയുടെ വഴികാട്ടിയെന്നും എന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കടുങ്ങപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണെന്നും ഇവിടുത്തെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രോത്സാഹനമാണ് എന്നെ വഴികാട്ടിയതെന്നും റിൻഷിദ പറഞ്ഞു. സാമ്പത്തിക സ്ഥിതിയിൽ ഏറെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുടുംബത്തിന് ഈ വാർത്ത ആശ്വാസം പകർന്നെങ്കിലും അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിന് പോകാനുള്ള തുക കണ്ടെത്താനാകാതെ ഏറെ വിഷമിക്കുകയായിരുന്നു റിൻഷിദയുടെ കുടുംബം. എന്നാൽ ഈ കായിക താരത്തിന്റെ എല്ലാ ചെലവും ഏറ്റെടുത്ത് പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് രംഗത്തെത്തി. 1 ലക്ഷം രൂപയാണ് ഇപ്പോൾ റിൻഷിദയ്ക്ക് ആവശ്യമുള്ള തുക. ഇതിൽ 50,000 രൂപ സർക്കാർ വഹിക്കുമെന്ന് അറിയിച്ചതോടെ ബാക്കി വരുന്ന 50,000 രൂപ മുസ്ലിം ലീഗ് പ്രവർത്തകർ സമാഹരിച്ച് കൈമാറി. ഞായറാഴ്ച പുഴക്കാട്ടിരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ MLA മാരായ മഞ്ഞളാംകുഴി അലി, TA അഹമ്മദ് കബീർ എന്നിവരാണ് തുക കൈമാറിയത്. റിൻഷിദ ഈ വിദ്യാലയത്തിന് അഭിമാനമാണെന്നും തുടർന്നും ഇന്ത്യ ഹോക്കി ടീമിലൂടെ ഉയരങ്ങളിലേക്ക് എത്തട്ടെയെന്നും സ്കൂൾ പ്രധാന അധ്യാപിക പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ഒളിമ്പിക്സിലൊക്കെ പോയി കുട്ടികൾ ഒരു വലിയ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, ഞാനിപ്പോൾ ഈ വന്ന കാലം തൊട്ട് ഇവിടുത്തെ പെൺകുട്ടികൾ വിദ്യാഭ്യാസപരമായി പുറകോട്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇതുപോലൊരു കുട്ടി ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ ഞാൻ അല്പം സ്വാർത്ഥത കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു കുട്ടി ഈ ലെവലിൽ പോകാണ്. എന്ത് രീതിയിലുള്ള സപ്പോർട്ട് ഞങ്ങളെ നോക്കുന്നു. ഞങ്ങളതിനെക്കുറിച്ചൊക്കെ ചെറുതായിട്ടൊക്കെ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ വിദ്യാർത്ഥികളിൽ ഏറെ പ്രിയപ്പെട്ടവളാണ് റിൻഷിദയെന്നും വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന റിൻഷിദയ്ക്കും കുടുംബത്തിനും ഇതൊരു ആശ്വാസമാണെന്നും ഈ നാടിന്റെ സമ്പത്താണ് റിൻഷിദയെന്നും PTA അധ്യാപകൻ സജാദ് സാഹിർ പറഞ്ഞു. ഇന്ത്യയുടെ ടീമിൽ തന്നെ എത്തുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവിടെ ഇൻഡോർ ഹോക്കി മത്സരങ്ങൾക്ക് വേണ്ടി മഹാരാഷ്ട്രയിലേക്ക് പോയപ്പോൾ തന്നെ ഞങ്ങൾ പ്രതീക്ഷയോടെ പറഞ്ഞൊരു വാചകമുണ്ട്: ഇന്ത്യൻ ടീമിൽ കളിക്കുവാൻ അർഹതയുള്ള, അതിന് കഴിവുള്ള ഒരു കുട്ടിയാണ് അവളെന്ന്. അന്നത്തെ ഞങ്ങളുടെ ആ ആഗ്രഹം പോലെ തന്നെ ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ ലിസ്റ്റ് വന്ന 10 കുട്ടികളിൽ ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ തെരഞ്ഞെടുത്ത 10 കുട്ടികളെയാണ്. ആ 10 കുട്ടികൾ ഒരാൾ കേരളത്തിൽ നിന്നുള്ള റിൻഷിദയാണ് എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ഈ നാടും നാട്ടുകാരും അവളോടൊപ്പം നിൽക്കുകയും അവൾക്ക് തുടർന്നുള്ള മത്സരങ്ങൾക്ക് ഇന്തോനേഷ്യയിലേക്ക് പോകുവാനുള്ള ചെലവുകളും മറ്റുമെല്ലാം വഹിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് പുഴക്കാട്ടിരിയിലെ നല്ലവരായ മനുഷ്യരുടെ കൂട്ടായ്മ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരികയും എല്ലാ ചെലവും വഹിക്കുന്നതിന് തയ്യാറായി. ആ പണം ഇന്നലെ ബഹുമാനപ്പെട്ട MLA മഞ്ഞളാംകുഴി അലി സാഹിബും അതോടൊപ്പം തന്നെ മംഗളയുടെ പ്രിയപ്പെട്ട MLA അഹമ്മദ് കബീർ സാഹിബിന്റെ സാന്നിധ്യത്തിൽ വെച്ച് കൈമാറുകയുണ്ടായി. റിൻഷിദ എന്ന കായിക താരത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും പുഴക്കാട്ടിരി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി വഹിക്കുമെന്നും ടൗൺ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷമീർ പറഞ്ഞു. റിൻഷിദ എന്ന കുട്ടിയുടെ കായിക ഇതിനുള്ള മത്സരങ്ങൾക്കുള്ള എല്ലാ ചെലവുകളും യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഏറ്റെടുത്തു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ആദ്യ ഗഡു ഞായറാഴ്ച മഞ്ഞളാംകുഴി അലി സാഹിബ് അവൾക്ക് 50,000 രൂപ നൽകി. ഇനി അവൾക്ക് വേണ്ട എല്ലാ സാമ്പത്തിക സഹായങ്ങളും മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും പുഴക്കാട്ടിരി പഞ്ചായത്ത് കമ്മിറ്റിയും KMCCയും സംയുക്തമായി നൽകുന്നതാണ്.